പോസിറ്റീവ് റിവ്യൂസ് എഴുതുന്നത് ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. പക്ഷെ നെഗറ്റീവ് റിവ്യൂസ് എഴുതിയത് ചിലപ്പോൾ സിനിമ കണ്ടിട്ടില്ലാത്ത ആൾക്കാരായിരിക്കും പോയി എഴുതുന്നത്, എന്നിട്ടും എഫക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഫ്രം സിനിമയുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന്. അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് മിക്കപ്പോഴും ഉണ്ടാവാറുണ്ടോ ഫ്രം എ പേഴ്സൺ, ഫ്രം യുവർ പെർസ്പെക്റ്റീവ് ഫ്രം ദി ഇൻഡസ്ട്രി? എനിക്കങ്ങനെ ഞാനാണെങ്കിൽ ഇന്റർനെറ്റ് എന്നുള്ള സാധനം തന്നെ വല്ല ഉപയോഗിക്കാത്ത മനുഷ്യനാണ്. FB ഒന്നും എനിക്കില്ല. ഇല്ല, എനിക്ക് എന്റെ പേജ് വേറെ ആളെ നോക്കണേ. എനിക്ക് തുറന്നുകൊണ്ട് നോക്കാറില്ല. ഞാൻ അങ്ങനത്തെ മൊബൈൽ പോലും ഉപയോഗിക്കുന്നില്ല, വാട്സപ്പ് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് ഇന്റർനെറ്റ് കാര്യങ്ങളോട് എത്രത്തോളം ആൾക്കാരിലേക്ക് എഫക്ട് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. ഇപ്പം ഈ FB എന്ന് പറയുന്ന ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഉള്ളൂ, വളരെ മൈനർ കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഈ പറയത്തക്ക ഒരു നമുക്കറിയാവുന്നവർക്ക് അറിയാം, അല്ലാതെ ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ ഒത്തിരി ആൾക്കാരുണ്ട് TV കണ്ട് മാത്രം സിനിമ കാണാൻ പോകുന്നവർ. അവർ തന്നെയാണ് ഇപ്പോഴും പടം വിജയിപ്പിക്കുന്നത്. അല്ലാണ്ട് FB വന്ന് വിജയിപ്പിച്ചവർ നമുക്കൊരു 5 ദിവസം 6 ദിവസം നമുക്ക് അവരുടെ ആൾക്കാർ മുഴുവൻ തിയേറ്ററിലുണ്ടാവും. അത് കഴിഞ്ഞാൽ നാട്ടുകാർ തന്നെ ഒന്ന് പടം കാണണം. ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ തന്നെ. ഓരോ സിനിമയ്ക്ക് ഓരോരുത്തരും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ബെൻ ഹോംലി മീൽസിൽ ഇതുപോലെ ബെൻ ചെയ്യാൻ പറ്റില്ല. ബെന്നകത്ത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം മറ്റുള്ളവരോട് പറഞ്ഞു കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേർഡ് ഓഫ് മൗത്ത് മാത്രമേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അതല്ലാണ്ട് നമ്മൾ അതിഭയങ്കരമായിട്ടുള്ള അക്രോബാറ്റിക്സ് ഒന്നും കാണിക്കാൻ നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നു. As a beginner in the industry, what is your advice to the youngsters? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യാം. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നത്. വിപിൻ ഒത്തിരി ഷോർട്ട് ഫിലിംസ് എടുത്തിട്ടുണ്ടല്ലോ. ഷോർട്ട് ഫിലിം ഞാൻ ആങ്കർ ആയിരുന്നു 10 വർഷം മുമ്പ്. അങ്ങനെ ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നു. TV ചാനലായിരുന്നു. പിന്നെ കുറെ ഷോർട്ട് ഫിലിംസ് വീഡിയോസ് ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിംസ് എടുത്തു. അങ്ങനെ which are the other roads to cinema industry? Nothing. കുറുക്കോഴിയില്ല, സ്ട്രൈറ്റേ ഉള്ളൂ. സ്ട്രൈറ്റ് ഇസ് ലൈക്ക് നിങ്ങൾ നമ്മൾ ജെന്യുവനായി നിൽക്കുക എന്നുള്ളതാണ്. നമ്മളെ ഈ ഒരാൾ തിരിച്ചറിയപ്പെടാൻ വിധി ഉണ്ടെങ്കിൽ അയാൾ ഉറപ്പായിട്ടും അതിൽ വന്നിരിക്കും. നമ്മളുടെ ഇൻഡസ്ട്രിയിലുള്ള ദോഷങ്ങൾ എന്താണ്, ഗുണങ്ങൾ എന്താണ്? ഒരു ദോഷമില്ലാത്ത സ്ഥലമാണ് അത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ്. ഗുണങ്ങൾ മാത്രമേ എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളൂ. ഇതിനകത്ത് എന്താ ദോഷം? എന്തൊക്കെയാണ് ആ ഗുണങ്ങൾ? എല്ലാം ഗുണമല്ലേ. ഇപ്പം നമ്മൾ ഇഷ്ടമുള്ളൊരു സാധനം, നമുക്ക് മനസ്സിൽ ഇഷ്ടമുള്ള ഒരു സാധനം എഴുതുക, അത് നമ്മൾ ഷൂട്ട് ചെയ്യുക. മലയാള സിനിമയുടെ ഒരു ഗുണം തന്നെ റിയലിസ്റ്റിക് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തും ആവും. നമ്മളിപ്പോ നമുക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്തിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക, അതൊക്കെ ഒരു വലിയ കാര്യമല്ലേ. അതല്ല അതിന്റെ ഒരു രസം. അതാണ് അതിന്റെ എൻജോയിങ് പാർട്ട്. ഇന്ന് യു ആർ സേയിങ് ബിഫോർ ഞാൻ TV ഷോസ് ഒത്തിരി ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് TV ഷോസിന്റെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഹൈ ബഡ്ജറ്റ് ആണ്, ഒരു സിനിമ എടുക്കുന്നതിന് തുല്യമാണ്. വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? ഡിപ്പെൻഡ്സ്. അതായത് കണ്ടന്റ് കുറയുമ്പോഴാണ് നമ്മൾ ബഡ്ജറ്റ് കൂട്ടുന്നത്. ക്രിയേറ്റിവിറ്റി കൂടുന്നിടത്ത് അത്രയും ബഡ്ജറ്റ് ആവശ്യമില്ല. അത് ഹോംലി മീൽസിൽ പ്രൂവ് ചെയ്ത ഒരാളാണ് നിങ്ങൾക്ക്. ആക്ടേഴ്സ് ഇന്ന് ആങ്കേഴ്സ് ആവുന്നു, റിയാലിറ്റി ഷോ ജഡ്ജസ് ആവുന്നു. ഇതൊരു ഫിനാൻഷ്യൽ ബാക്കപ്പിന്റെ ഒരു മൂവ് ആണോ, അതോ ഒരു നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണോ? ചില ആൾക്കാർക്ക് അതൊരു പബ്ലിസിറ്റിയാണ്, ചില ആൾക്കാർക്ക് അതൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആണ്, ചില ആൾക്കാർക്ക് അതൊരു ഇപ്പൊ ഒന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതിലുണ്ടെന്ന് പറയുന്നൊരു ഇതാണ്. വിപിൻ ആറ്റ്ലിനെ ഇന്ത്യൻ TV ഷോ ഹോസ്റ്റ് ആയിട്ട് പ്രതീക്ഷിക്കാമോ? എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അപ്പോൾ വന്നാൽ അത് ചെയ്യും. അത്രേ ഉള്ളൂ. ഇൻ യുവർ എക്സ്പീരിയൻസ് ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ വരേണ്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ TV സ്റ്റാൻഡേർഡ്സ് മലയാളി യങ്സ്റ്റർ ഫൺ എന്റർടൈൻമെന്റ് എത്രത്തോളം ഇവിടെ എനിക്ക് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഈ കണ്ടിരുന്ന യൂത്തിന്റെ എനർജി ഒന്നും ഇപ്പൊ ഇല്ല. അന്ന് കുറച്ചുകൂടി വൈൽഡായിരുന്നു, ഇപ്പൊ അതില്ലല്ലോ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അടുത്ത റിയാലിറ്റി കോമഡി പ്രോഗ്രാം, സ്റ്റേജ് പ്രോഗ്രാം എനിക്ക് അത്ര ഫണ്ണി ആയിട്ട് തോന്നാറില്ല. ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ യു ഗിവിംഗ് കോമ്പറ്റീഷൻ ടു വിനീത് ശ്രീനിവാസൻ ബിക്കോസ് യു ആർ ആൻ ആക്ടർ, യു ആർ എ ഡയറക്ടർ, യു ആർ എ റൈറ്റർ. നെവർ. എൻ്റെ കൂട്ടുകാരാണ്. അങ്ങനെ ഒരു കോമ്പറ്റീഷനും ആരുമായിട്ടില്ല. പിന്നെ ഫ്രീ സ്പേസ്, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോകുന്നു. അവിടെ അവനെ കോമ്പറ്റ് ചെയ്യാൻ ഞാനൊന്നുമില്ല. അവനൊക്കെ ഓൾറെഡി 3 പടം അവൻ്റെ ഉഗ്രമായിട്ട് പ്രൂവ് ചെയ്ത് നല്ലോണം എന്നെയൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സുഹൃത്താണ്. അപ്പോൾ ഇന്നലെ രാത്രി കൊണ്ട് വിളിച്ചോളൂ. അങ്ങനെ ആർക്കും എതിരും ഒന്നുമില്ല. നമ്മൾ നമ്മുടെ വഴിക്ക് പോകുന്നു. ഇപ്പം ഇനിയും ഫ്യൂച്ചറിൽ വാട്ട് ഈസ് ദാറ്റ് ഐ ആം ലുക്കിംഗ് അറ്റ്? അല്ല, കുറച്ച് ദിവസത്തേക്ക് ബെന്നാണ് എൻ്റെ തലയ്ക്ക്. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് ഞാൻ എന്തൊക്കെയോ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയോ? സ്ക്രിപ്റ്റുകളൊക്കെ ഓൾറെഡി ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രശ്നമില്ല.
അടുത്ത പ്ലാൻ ഉണ്ട്. അപ്പോൾ അത് ഏതാണ് ആദ്യം വരിക എന്ന് വെച്ചാൽ അത് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ബെൻ എന്ന മൂവിയുടെ പ്രതീക്ഷ എന്താണ് ഫോർ യു? ബെൻ എനിക്ക് വളരെ ആസ് എ ഡയറക്ടർ, ആസ് എ റൈറ്റർ എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ തന്നതാണ്. എൻ്റെ മേക്കിംഗ്, അതിൻ്റെ ഹോൾ പ്രൊഡക്റ്റ് എനിക്ക് വളരെ എന്നെ ഫുൾ സാറ്റിസ്ഫൈ, എൻ്റെ ഫുൾ 100% എനിക്കിഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്ത് തീർത്തിട്ടുള്ള പ്രൊഡക്റ്റാണ് ബെൻ.